Hi guys, welcome to Indie and the Times. Review or reaction, we say indie. iPhone content, we say indie. I wanna dance step, we say indie. Count 4, 3, 2, watch out. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയായ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ റിയാക്ഷൻ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അടുത്തടുത്തായിട്ട് 2 സിനിമകളാണ് പുള്ളിയുടെ വരാൻ പോകുന്നത്. ദൃശ്യം 3 അല്ലേ? നമ്മൾ ആദ്യം വലതുവശത്തെ കള്ളന്മാരുടെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നേരെ സ്ക്രീനിലോട്ട് പോവാണ്. അതെ, ജോൺ എഫ് കെനഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി കെൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു കെൻ ഡു ഫോർ യുവർ കൺട്രി. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ശരി സാർ, എവിഡൻസ് വേണം, അല്ലാതെ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവാകും. ആന്റണി, നിന്റെ ഈ സ്വഭാവം കാരണമാ നീ ഇപ്പോഴും ഈ സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുന്നേ. സർ, ഈ അയറിന്റെ ഫാദറിനെ കുറച്ചും കൂടി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. അയാൾ പ്രശ്നക്കാരനാണോ? ഇതാ പാവത്തിന്റെ ചോരയാ, കഴിക്ക. നിങ്ങക്ക് അതാണല്ലോ ഇഷ്ടം. അയാളുടെ സ്വഭാവം നിനക്കറിയോ? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അപ്പനല്ലേ. നിങ്ങൾ എൻ്റെ വഴിക്കെല്ലാം നീങ്ങുന്നെങ്കിൽ ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. മരിച്ചവർക്ക് നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവര് വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ആരെ ഒരു പരാതിക്കാരനെ ഒറ്റൊരുത്തിനകത്ത് എടുത്തത്? എനിക്കറിയില്ല സാം എവിടെയാണെന്ന്. ഇനി അഥവാ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം സാം ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന്. ഇതുവരെ നടന്നതെല്ലാം കണക്റ്റഡ് ആണ് ജോണി. എൻ്റെ ഇൻഡ്യൂഷൻ തെറ്റിയിട്ടില്ല. പാറ്റേൺ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാർ ഓടി തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ട്രെയിലർ തന്നെ കിടുക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളി. എന്തായാലും ജിത്തു ജോസഫ് ദൃശ്യം 3ക്ക് മുന്നേ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇറക്കി. ഇതാണ് ആദ്യം വരുന്നത്. അപ്പൊ എന്തായാലും പുളിക്കുന്ന അടുത്ത് ജോസഫിന്റെ സിനിമ നമുക്ക് ഈ മ്യൂസിക് ഇല്ലേ എന്ന് വെച്ചാൽ നോർമൽ രീതിയിൽ പൊക്കോണ്ടിരിക്കാൻ നമ്മുടെ കണ്ടത്. പക്ഷെ ഇതിപ്പോ ഭയങ്കര ഒരു വെറൈറ്റി സാധനം. ഇത് മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണെന്ന് പറയുന്നത്. വിഷ്ണു ശ്യാം. എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ, പക്ഷെ നല്ല നല്ല അടിപൊളി ഒരു യൂണീക് സാധനം പോലെ. എന്തായാലും ബിജു മേനോൻ ജോർജും നല്ല കോംബോ ആയിരിക്കും. രണ്ടുപേരും നാച്ചുറൽ ആക്ടിങ്ങിന്റെ ആൾക്കാർ. രണ്ടുപേരും ബിജു മേനോൻ രക്ഷയില്ലാത്ത ആക്ടർ അല്ലേ? തകർക്കുന്ന ആളാണ് ബിജു മേനോൻ. ബിജു മേനോൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? അതായത് പോലീസ് വിഷയം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെയ്യുന്നതായിരിക്കും. അല്ല, അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഭയങ്കര സ്റ്റിഫ് ബോഡി ഒക്കെ അല്ലേ. പുള്ളി പക്കയാണ് പോലീസുകാരനായിട്ട്, വീട്ടിലാണ്. ഇപ്പൊ ജോജുകൾ കയറിയപ്പോഴത്തേക്ക് രണ്ടും നാച്ചുറൽ മത്സരമായിരിക്കും. എനിക്ക് തോന്നി മലയാളത്തിലെ 2024 ആയത് 100 കോടി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ജിത്തു ജോസഫ് ആയതുകൊണ്ട് പറയാനും പറ്റത്തില്ല നമുക്ക് എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളത്. മറ്റേത് കൺഫേം ആയിട്ട് കിട്ടും. ദൃശ്യം 3 കൺഫേം ആയിട്ട് കിട്ടും. എന്തായാലും ഒരു വെടിക്കെട്ട് മൂവിക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും അത് 2024 സാധനമാണ് എന്തായാലും അറിയിട്ടുള്ളത്. എന്തായാലും ഇത് 2026 ഒരു പക്ക ത്രില്ലർ സിനിമ ആയിരിക്കും കൺഫേം. ഇത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആണോ? ഡിനു തോമസ്.
ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പുള്ളിയുടെ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പുള്ളിയുടെ സിനിമ അത്ര അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് അറിയുന്നതാണ്. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റാണ് ഞാൻ വിചാരിച്ചത്. ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും പുള്ളിയുടെ ഒരു ഈ വർഷത്തെ ആദ്യത്തെ പടം, അടുത്ത രണ്ടാമത് വരുന്നത് ദൃശ്യം 3. എന്തായാലും ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് പുള്ളിയുടെ വർഷമാക്കി നിൽക്കുന്നത് ഇല്ലേ? രണ്ട് ക്രൈം ത്രില്ലർ മൂവീസ് ആരംഭിച്ചിറങ്ങാൻ പോകുന്നത്. എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും പുള്ളി എന്തായാലും നിരാശപ്പെടുത്തുക. ഇവരുടെ ഒരു മൂവി ഒരു കൊളാബ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് ഒരു അത്യാവശ്യം ഓടും, നല്ലോണം ഓടും. അല്ല, ഇതില് രണ്ട് കാര്യമുണ്ട്. അതായത് 2013 ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയപ്പോ ഇറങ്ങുന്ന തൊട്ട് മുന്നേ ആയിരുന്നു മെമ്മറീസ് ഇറങ്ങിയത്. മെമ്മറീസ് അറിയാമല്ലോ, ഒരു രക്ഷയുടെ സിനിമയാണ്. അതേപോലെ തന്നെയാണ് 10 വർഷത്തിന് ഇപ്പൊ 2026 ദൃശ്യം 3ക്ക് മുന്നേ അതായത് വലതുവശത്തെ കണ്ണൻ എന്തായാലും അടിപൊളിയാവും. ആ മെമ്മറീസിന്റെ ഒരു ഇത് വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രായം പുള്ളിയുടെ ഒരു ഭാഗ്യമായിരിക്കും സത്യം. എന്തായാലും അടിപൊളി ത്രില്ലർ ആവും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ഇതാണ് വേണ്ടത്. സോ നമുക്ക് എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യാം. This is Indian Lights signing off.